എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധി. ഞാൻ കൊല്ലം ജില്ലയിലെ LED സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ ഈ ഒരു ചാനലിൽ വീഡിയോ വാൾ റിലേറ്റഡ് ആയിട്ടുള്ള പിക്സൽ LEDയെ പറ്റിയിട്ടുള്ള ഒക്കെ വീഡിയോകളാണ് ഞാൻ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് P4ൻ്റെ ഒരു വീഡിയോ വാൾ ചെയ്താൽ അതിൻ്റെ ആ ഒരു കൺട്രോളറിലേക്ക് എങ്ങനെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. P4ൻ്റെ മാത്രമല്ല P10 ചെയ്താലും നമ്മുടെ കൺട്രോളർ ഈ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കൺട്രോളറിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓഫീസിലിരുന്ന് കിലോമീറ്ററുകൾ അപ്പുറം സ്ഥാപിച്ചിട്ടുള്ള വീഡിയോ വാളിലേക്ക് നമുക്ക് വീഡിയോസ് സെൻഡ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു സൈറ്റിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഓഫീസിലിരുന്ന് ഈ വീഡിയോ വാൾ കോൺഫിഗർ ചെയ്യാനും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ മികച്ചൊരു ടെക്നോളജിയാണ്. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു കോൺഫിഗറേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. രണ്ടാമത് പറയാനുള്ളത് P4ൻ്റെ വീഡിയോ വാളുമായിട്ട് ബന്ധപ്പെട്ടും P10ൻ്റെ സ്ക്രോളിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടും വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ 2 വീഡിയോയും നിങ്ങൾ കാണാത്തവർ പോയി കാണുക. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോ വാളായാലും സ്ക്രോളിംഗ് ബോർഡായാലും എങ്ങനെ നിർമ്മിക്കാമെന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പാനല്, കൺട്രോളർ, SMBS അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെസ്കിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടീം വ്യൂവറിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ ത്രൂ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കണക്ട്. ഞാൻ ഉപയോഗിക്കുന്നത് C16 എന്ന് പറയുന്ന ഒരു കൺട്രോൾ കാർഡാണ്. C16 ക്ലൗഡ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നൊരു കൺട്രോളറാണ്. അതിനുള്ളിലേക്ക് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് P4ൻ്റെ ഒരു മൊഡ്യൂളാണ്. ഒരൊറ്റ മൊഡ്യൂൾ മാത്രമേ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കൺട്രോളർ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് പോർട്ടിലേക്ക് ലാൻ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്ക് കേബിൾ. അപ്പോൾ PC എന്ന് പറയുന്ന പോർട്ടിലേക്കാണ് ഞാനത് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് കണക്ഷനുകൾ ഡീറ്റെയിൽസൊക്കെ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇത് കോൺഫിഗർ ചെയ്യാമെന്നതാണ് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടുന്ന സെറ്റപ്പ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായിട്ട് വൈഫൈയിൽ കണക്റ്റഡ് ആണ്. ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നെറ്റ്വർക്ക് കേബിൾ വഴി കൺട്രോൾ കാർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം HD പ്ലെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഡിവൈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. നെറ്റ്വർക്ക് കേബിളുമായിട്ട് നമ്മുടെ കൺട്രോളർ ബന്ധിപ്പിച്ചിട്ട് ഇത് തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോഴാണ് ഇവിടെ ഡിവൈസ് കണക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് സ്ക്രീനിൻ്റെ വലത് സൈഡിൽ മുകളിൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഹാർഡ്വെയർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കൊടുക്കേണ്ടുന്ന പാസ്വേഡ് 888 ആണ്. നമ്മൾ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു വിൻഡോ തെളിഞ്ഞു വരും. കൺട്രോളർ കറക്റ്റ് രീതിയിൽ ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണാനായിട്ട് സാധിക്കും. കൺട്രോളർ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് അല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പേര് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ നോക്കിയാൽ മതി. അതിനുശേഷം ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിന്റെ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സിലേക്ക് പോവുക. ഇവിടെ താഴോട്ട് പോകുമ്പോൾ ക്ലൗഡ് സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലൗഡ് സെർവർ, അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പാസ്വേഡ് ചോദിച്ചുകൊണ്ടൊരു ചെറിയ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം 8 ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ കൺട്രോളറിന്റെ പേര്, കൺട്രോളറിന്റെ ഡിവൈസ് ID, പിന്നീട് സർവർ പോർട്ട്, പിന്നീട് യൂസർ നെയിം എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഞാനിത് ഓൾറെഡി സർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സർവർ പോർട്ടും യൂസർ നെയിമും അവിടെ വന്നേക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ഇട്ടിട്ട്
ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴാണ് സെർവറുമായിട്ട് ഈ പറയപ്പെടുന്ന യൂസർ നെയിം സിങ്ക് ആവുന്നത്. നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ യൂസർ നെയിം. പിന്നീട് സെർവർ നെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് നോക്കുക. സെർവർ നെയിമും മറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോമിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഗൂഗിൾ ക്രോമിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ മുകളിൽ നമ്മൾ ഹൊയ്തു ക്ലൗഡ് എന്ന് സെർച്ച് ചെയ്യുക. Huidu-Cloud എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൻ്റെ താഴെ www.led.cloud.com എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് കഴിയുക. ഇവിടേക്ക് താഴെ രജിസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ അക്കൗണ്ട് അവിടെ പോവുക. മുകളിൽ നിങ്ങളുടെ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പാസ്വേഡ്, ആ പാസ്വേഡ് കൺഫേം ആക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഈ കാണപ്പെടുന്ന വലതുവശത്ത് കാണപ്പെടുന്ന വെരിഫിക്കേഷൻ കോഡ്, പിന്നെ ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ്, നമ്മൾ നേരത്തെ അടിച്ച മെയിലിലേക്കൊരു കോഡ് വരും, അതും കൂടെ ഇവിടെ അടിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോം റെഡിയായി കഴിഞ്ഞു. ക്ലൗഡ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൽ അഡ്രസ്സും പാസ്വേഡും അടിച്ചു കൊടുത്ത് ഓക്കെ ലോഗിനിൽ പ്രസ് ചെയ്യുക. നമ്മളുടെ അക്കൗണ്ടിലേക്ക് അന്നേരം ലോഗിൻ ആവുന്നതായിരിക്കും. ഇവിടെ ലോഗിൻ ആയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ അക്കൗണ്ട് നെയിമിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അക്കൗണ്ട് നെയിം, യൂസർ നെയിം കാണാനായിട്ട് സാധിക്കും. ഈ യൂസർ നെയിമാണ് സോഫ്റ്റ്വെയറിൽ പേസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ സെർവറിൻ്റെ പേരായിട്ട് ഇട്ട് കൊടുത്തത് ഇവിടെ സെർവർ നെയിം, പിന്നീട് യൂസർ നെയിം, പിന്നെ ഇവിടെ ടിക്ക് ഇടുക. ടിക്ക് ഇട്ടിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആണെന്നുള്ള ഒരു ടിക്ക് മാർക്ക് വരും. ശേഷം ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. പിന്നീട് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഡിവൈസ് ഇൻഫർമേഷനിലേക്ക് പോവുക. ഇവിടെ ടൈം കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓട്ടോമാറ്റിക് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈ കാണപ്പെടുന്ന NDP സെലക്ട് ചെയ്യുക. ഇവിടെ ഇതേപോലെ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ndp.huidu.cn. ഇത് നമ്മുടെ സെർവറുമായിട്ട് വേഗം നമ്മുടെ കൺട്രോളർ കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. ഓക്കെ പ്രസ് ചെയ്യുക. ടൈം സെറ്റിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് അവിടെ വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിവൈസ് നമുക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ ഊരിയിട്ട് ഇവിടെ വൈഫൈ മോഡമുണ്ട്, ആ വൈഫൈ മോഡത്തിൻ്റെ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ലാൻ കേബിൾ ഡിസ്കണക്ട് ചെയ്തു. ഡിസ്കണക്ട് ചെയ്ത സമയത്ത് ഇവിടെ താഴെ നോ ഡിവൈസ് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. പിന്നീട് ഈ ലാൻ കേബിൾ ഞാൻ മോഡത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. മോഡത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സെർവർ വഴി നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇത് കണക്റ്റഡ് ആയിട്ട് വരുന്നത് കാണിച്ചു തരാം. ഇവിടെ ആ ഒരു ഡിവൈസിൽ നിന്ന് വരുന്ന ലാൻ കേബിള് മോഡവുമായിട്ട് കണക്ട് ചെയ്തു. മോഡവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഡിവൈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. ഡിവൈസ് കണക്റ്റഡ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് എന്ത് വീഡിയോ ആണോ ലോഡ് ചെയ്യേണ്ടത് അത് പ്രോഗ്രാമിനകത്ത് ലോഡ് ചെയ്യുക. അതിനുശേഷം സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ അത് അപ്ലോഡായിട്ട് ആ ഒരു സ്ക്രീനിനകത്തേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. HDയുടെ കൺട്രോളർ ക്ലൗഡ് പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് റിമോട്ടായിട്ടൊരു വീഡിയോ സെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.